ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ITI ഇലക്ട്രീഷ്യൻ കോച്ചിങ് നടത്തി വരികയാണ്. ടെലഗ്രാമിലാണ് നമ്മുടെ കോച്ചിങ് വരുന്നത്. ഒരു പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിലബസ് അനുസരിച്ച് എല്ലാം ക്ലാസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ച് അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസും നോട്ട്സും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ഒരു പുതിയ ബാച്ച് IT സ്റ്റുഡൻസിന് മാത്രമായിട്ട് ITI ലെവലിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയവരിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക് ഇലക്ട്രിസിറ്റി മുതൽ നമ്മൾ പഠിപ്പിച്ച് വരുമായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ പാർട്ട് 1 ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ സോൾഡറിങ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സോൾഡറിങ് ആണ്. സോൾഡറിങ്ങിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. അപ്പോൾ പാർട്ട് 1 നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന്. എന്താണ് സോൾഡറിങ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സോൾഡർ ടൈപ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യുന്ന ഫ്ലെക്സ്, എന്താണ് ഫ്ലെക്സ്, നമുക്കതുപോലെ തന്നെ ഈ ടോപ്പിക്സിൽ നമുക്ക് സോൾഡറിങ് എന്ന ഒരു ടോപ്പിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ടെക്നിക്സ് ഉണ്ട്. സോൾഡറിങ്ങിൻ്റെ ടെക്നിക്സ് ഉണ്ട്. അത് നമ്മൾ പാർട്ട് 2ലാണ് വരുന്നത്. ടെക്നിക്സ് ഓഫ് സോൾഡറിങ്, ഒരു രണ്ട് വയേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ അതിരിക്കേണ്ട ടെക്നിക്സ്, എന്തൊക്കെ ടെക്നിക്സ് ഉണ്ട്, സോൾഡറിങ്ങിൻ്റെ ടെക്നിക്സ് ഉണ്ട്, 2-3 ടെക്നിക്സ് ഉണ്ട്, അത് പഠിക്കണം. പിന്നെ അതുപോലെ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രിക്വേഷൻസ് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി മെഷേഴ്സ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ സോൾഡറിങ്ങുമായിട്ട് ഒരു റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആണ് ബ്രേസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വെൽഡിങ്. ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയാണ് നമ്മുടെ സോൾഡറിങ് എന്ന ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസും ടൈപ്സും ഫ്ലെക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ സോൾഡറിങ്, എന്താണ് സോൾഡറിങ് എന്ന് വെച്ചാൽ, സോൾഡറിങ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് 2 or more സിമിലർ or dissimilar metals with the help of a third metal by using heat. ഇതിനെയാണ് നമ്മൾ സോൾഡറിങ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, 2 or more സിമിലർ, ഒരുപോലത്തെ അല്ലെങ്കിൽ ഒരുപോലെ അല്ലാത്ത ഡിസിമിലർ ആയിട്ടുള്ള 2 or അതിൽ കൂടുതലോ മെറ്റൽസ് എന്ത് ചെയ്യാണ്, വേറൊരു മെറ്റലിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യാണ്, സോൾഡർ ചെയ്യാണ്. ആരുപയോഗിച്ച്, ബൈ യൂസിങ് ഹീറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, അതിനെ സോൾഡർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യുന്നത്, അതായത് 2 or more സിമിലറോ അല്ലെങ്കിൽ ഡിസിമിലർ മെറ്റൽസിനെ ജോയിൻ ചെയ്യുകയാണ്. വിത്ത് ഹെൽപ്പ് ഒരു തേർഡ് മെറ്റലിൻ്റെ സഹായത്തോടെ ഹീറ്റ് കടത്തിവിട്ട്, അതിനാണ് നമ്മൾ സോൾഡറിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ തേർഡ് മെറ്റലിനെ പറയുന്ന പേരാണ് ഫില്ലർ മെറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ സോൾഡർ എന്ന് പറയും. മനസ്സിലായോ? ആ തേർഡ് മെറ്റൽ എന്താണ്, ആ തേർഡ് മെറ്റലിനെ പറയുന്ന പേരാണ് ഫില്ലർ മെറ്റൽ ഓ സോൾഡർ. അതെന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ്. ആ ഒരു സോൾഡർ അല്ലെങ്കിൽ ആ ഫില്ലർ മെറ്റൽ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ അലോയി ആണ്, ലെഡിൻ്റെയും ടിന്നിൻ്റെയും അലോയി ആണ്. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ നമ്മുടെ ഈ സോൾഡറിൻ്റെ അല്ലെങ്കിൽ ഫില്ലർ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് 2 മെറ്റൽസ് വിച്ച് ആർ ജോയിനിങ്. ഇപ്പോൾ നമ്മൾ 2 മെറ്റൽസ് ജോയിൻ ചെയ്തില്ലേ, ആ ജോയിൻ ചെയ്യുന്ന 2 മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെ കാട്ടിയും എന്താണ്, ഈ നമ്മുടെ സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഫില്ലർ മെറ്റൽ അല്ലെങ്കിൽ സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ലെസ് ആയിരിക്കണം. ആരെ കാട്ടി, നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 മെറ്റൽസിനെ കാട്ടിയും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവാണ്. പിന്നെ അതുപോലെ നമ്മൾ സോൾഡറിങ് എന്ന് പറയുന്നത് സോൾഡറിങ്ങും വെൽഡിങ്ങും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോൾഡറിങ്ങിനാണെങ്കിൽ നമുക്ക് ഒരു വർക്ക് ഡസ് നോട്ട് ഇൻവോൾവ് മെൽറ്റിംഗ് ദ വർക്ക് പീസസ്, നമുക്ക് മെൽറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ വെൽഡിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ സോൾഡറിങ്ങിൽ വരുന്നത്. അപ്പോൾ എന്താണ് സോൾഡറിങ് എന്ന് വെച്ചാൽ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ജോയിനിങ് 2 or more സിമിലറോ അല്ലെങ്കിൽ ഡിസിമിലർ മെറ്റൽസിനെ ജോയിൻ ചെയ്യുക. ആരുടെ സഹായത്തോടെ, ഒരു തേർഡ് മെറ്റലായ ഫില്ലർ മെറ്റൽ അല്ലെങ്കിൽ സോൾഡറിൻ്റെ സഹായത്തോടെ ഹീറ്റ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സോൾഡറിങ് എന്ന് പറയുന്നത്. സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു അലോയി ആണ്. പിന്നെ നമ്മുടെ സോൾഡറിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വയേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെ കാട്ടി കുറവുമായിരിക്കണം. ഇതാണ് നമ്മുടെ സോൾഡറിങ്ങിൽ വരുന്നത്. നമുക്കിനി നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് സോൾഡറിങ് എന്താണെന്ന് നോക്കാം. Metals and wires are soldered at joints to provide mechanical strength and to maintain electrical continuity. അല്ലേ, നമ്മുടെ മെറ്റൽസ് അല്ലെങ്കിൽ വയേഴ്സ് സോൾഡർ ചെയ്യുന്ന എന്തിനാണ്, എന്ത് പ്രൊവൈഡ് ചെയ്യണം, നല്ലൊരു മെക്കാനിക്കൽ സ്ട്രെങ്ത്. നമ്മൾ സർക്യൂട്ട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, സോൾഡർ ചെയ്യുന്നത് ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് കിട്ടാനും അതുപോലെ ഒരു കണ്ടക്ടിവിറ്റി, ആ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാനാണ് നമ്മൾ സോൾഡറിങ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് കാരണം എന്തെങ്കിലും അല്ലെങ്കിൽ ഓർ ലെസ് റെസിസ്റ്റൻസ് ഇൻ ദ ഫ്ലോ ഓഫ്
കറണ്ട് ത്രൂ ദാറ്റ് ജോയിൻറ്റ്. ആ ജോയിൻറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവിടുത്തെ കണ്ടക്ടിവിറ്റി ഫുൾ നഷ്ടമാവും. അപ്പോൾ എന്താണ് അവിടുത്തെ ആ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല. അപ്പം എന്താണ് നല്ലൊരു മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം, അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ സോൾഡറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അതുപോലെ മോട്ടേഴ്സിലൊക്കെ നമ്മുടെ ജോയിൻറ്റ്സ് രണ്ട് ജോയിൻറ്റ്സ് ഒക്കെ കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സോൾഡറിങ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മോട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആർമേച്ചർ വൈൻഡിങ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ആർമേച്ചർ വൈൻഡിങ്ങും കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ മോട്ടറിൻ്റെ അകത്തുള്ള ആർമേച്ചർ വൈൻഡിങ്ങും കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സും ഒരു DC മോട്ടറിനെ നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സോൾഡറിങ് വഴിയാണ്. അത് ആർമേച്ചർ വൈൻഡിങ്ങും കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അത് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസിൽ വരുന്നത്. അതുപോലെ ഇലക്ട്രോണിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സർക്യൂട്ട് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, നമ്മളിത് ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ സർക്യൂട്ട് ബോർഡൊക്കെ ഉണ്ട്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ PCBയിലൊക്കെ വെച്ച് നമ്മൾ ഓരോ സർക്യൂട്ട്സ് ബേസിക് സർക്യൂട്ട് എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്, അതിന് ഉപയോഗിക്കുന്നുണ്ട് സോൾഡറിങ്. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാം നമ്മുടെ സോൾഡറിങ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. ആസ് എ ഇലക്ട്രീഷ്യൻ ഈ സോൾഡറിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ചെയ്യാനും അറിഞ്ഞിരിക്കണം, അതിൻ്റെ തിയറിയൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു ഇലക്ട്രീഷ്യൻ ആൾക്ക് എന്താണ് ആ സോൾഡറിങ്ങിൻ്റെ വർക്ക് അല്ലെങ്കിൽ എന്താണ് ആ സോൾഡറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഒരു തേർഡ് മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു, സോൾഡർ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. സോൾഡർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഫ്യൂസിബിൾ മെറ്റൽ അലോയ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ ഫില്ലർ മെറ്റൽ ഇൻ സോൾഡറിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു മെറ്റൽ അലോയ് ആണല്ലോ. ആരുടെയൊക്കെ അലോയ് ആണ്? ലെഡിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ആണ്. അത് നമ്മളൊരു ഫില്ലർ മെറ്റലായിട്ടാണ് യൂസ് ചെയ്യുന്നത് സോൾഡറിങ്ങിൽ. പിന്നെ അതുപോലെ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി സോൾഡർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽസിൻ്റെ കാട്ടിയും ലെസ് ആയിരിക്കണം. ഈ സോൾഡർ തന്നെ 2 ടൈപ്സ് ഉണ്ട്, ഹാർഡ് സോൾഡറും ഉണ്ട്, സോഫ്റ്റ് സോൾഡറും ഉണ്ട്. അപ്പോൾ എന്താണ് ഹാർഡ് സോൾഡർ എന്ന് നോക്കാം. ഹാർഡ് സോൾഡർ എന്ന് വെച്ചാൽ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ ഹൈ ആണ് കമ്പയർഡ് ടു ഓൾ അതർ സോൾഡേഴ്സ്. വേറെ എല്ലാ സോൾഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മെയിൻലി നമ്മുടെ ബിഗ് മെറ്റൽ പീസസും അതുപോലെ തിക്ക് വയേഴ്സും അതുപോലെ കേബിൾസോ അല്ലെങ്കിൽ കോപ്പർ, ബ്രാസ്, അയൺ ഇവിടെയൊക്കെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് സോൾഡർ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? യൂസ്ഡ് സോൾഡർ ബിഗ് മെറ്റൽ പീസസ്, തിക്ക് വയേഴ്സ് അല്ലെങ്കിൽ കേബിൾ ഓഫ് കോപ്പർ, ബ്രാസ്, അയൺ ഇവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഹാർഡ് സോൾഡർ വീണ്ടും 2 ടൈപ്സ് ഉണ്ട്, സ്പെൽറ്റർ സോൾഡർ എന്നും സിൽവർ സോൾഡർ എന്നും. 2 ടൈപ്സ് എന്തൊക്കെയാണ്? സ്പെൽറ്റർ ആണ്, SPELTER ഉണ്ട്, ഇവിടെ ER കൂടെ ഉണ്ട്, വിട്ടുപോയി. സ്പെൽറ്റർ സോൾഡറും സിൽവർ സോൾഡറും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്പെൽറ്റർ സോൾഡർ. എന്താണ് സ്പെൽറ്റർ സോൾഡർ എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ 3 കോമ്പോസിഷൻ ആൻഡ് ഈസ് യൂസ്ഡ് അക്കോർഡിംഗ് ടു ദെയർ റിക്വയർമെൻറ്റ്. ഈ സ്പെൽറ്റർ സോൾഡർ 3 കോമ്പോസിഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ എന്താണ് അതിൻ്റെ ആവശ്യം അനുസരിച്ച് അത് യൂസ് ചെയ്യും. യൂസ്ഡ് അക്കോർഡിംഗ് ടു റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നോക്കാം ആ 3 കോമ്പോസിഷൻസ്. കോപ്പർ ആണെങ്കിൽ 50% കാണണം, സിങ്ക് 50%, അതുപോലെ കോപ്പർ 67%, സിങ്ക് 33%, കോപ്പർ 50%, സിങ്ക് 37%, ടിന്ന് 13%. അപ്പം 3 കോമ്പോസിഷനിലായിട്ടാണ് ഈ സ്പെൽറ്റർ സോൾഡർ ഉള്ളത്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്ലംബറിങ്ങിലൊക്കെയാണ്, ഷീറ്റ് മെറ്റൽ വർക്ക്സ് യൂസ് ചെയ്യാനും ബ്രേസിംഗ് ഇൻ പ്ലംബറിങ് അതുപോലെ ഷീറ്റ് മെറ്റൽ വർക്ക്സിലൊക്കെയാണ് ഈ സ്പെൽറ്റർ സോൾഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന എവിടെയെന്നത് നോട്ട് ചെയ്ത് പഠിച്ചോണം. ഈ ഒരു 3 കോമ്പോസിഷനാണ് വരുന്നത്. അടുത്ത രണ്ടാമത്തതാണ് സിൽവർ സോൾഡർ. ഈ സിൽവർ സോൾഡറിലെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്പെൽറ്റർ സോൾഡിനെക്കാട്ടിയും കുറവായിരിക്കും. അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രഷ്യസ് ആയിട്ടുള്ള സെമി പ്രഷ്യസ് മെറ്റൽസ്, അതായത് ഗോൾഡ്, സിൽവർ, ജർമ്മൻ സിൽവർ ഇതൊക്കെ ജോയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് ഓർത്തോണം. സിൽവർ സോൾഡർ എവിടേക്കാണ്? പ്രഷ്യസ് അല്ലെങ്കിൽ സെമി പ്രഷ്യസ് മെറ്റൽസ് ആയ ഗോൾഡ്, സിൽവർ, ജർമ്മൻ സിൽവറൊക്കെ ജോയിൻ ചെയ്യാനാണ് അവിടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയൊക്കെയാണ്? കോപ്പർ എന്ന് പറയുന്നത് 33%, സിൽവർ 67% ആണെങ്കിൽ ഇതെവിടെ യൂസ് ചെയ്യുന്നുണ്ട്? സിൽവർ ആർട്ടിക്കിൾസ് സോൾഡർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോപ്പർ 20%, സിൽവർ 10%, ഗോൾഡ് 70% ആണെങ്കിലാണ് നമ്മുടെ ഗോൾഡ് ജുവലറിയൊക്കെ സോൾഡർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ കോപ്പറിൻ്റെ അളവ് 20%, സിൽവർ 70%, സിങ്ക് 10% ആണെങ്കിൽ നമ്മുടെ എവിടെ ഉപയോഗിക്കുന്ന ഓർണമെൻ്റൽ ജുവലറി സോൾഡറിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പർ 35%, സിങ്ക് 55%, നിക്കൽ 10% ആണെങ്കിൽ എവിടെ യൂസ് ചെയ്യുന്നു? ജർമ്മൻ സിൽവർ ആർട്ടിക്കിൾസ് സോൾഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ സോൾഡറിൽ നമ്മൾ ആദ്യം പഠിച്ചു ഹാർഡ് സോൾഡർ ആണ് 2 ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചു, സ്പെൽറ്റർ സോൾഡറും സിൽവർ സോൾഡറും. അടുത്തതാണ് സോഫ്റ്റ് സോൾഡർ.
സോഫ്റ്റ് സോൾഡർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ സോൾഡറിനെ കാട്ടിയും കുറവായിരിക്കും. മെൽറ്റിംഗ് പോയിൻറ്റ് ലെസ് ദാൻ സിൽവർ സോൾഡർ ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? ലെഡിൻ്റെയും ടിന്നിൻ്റെയും കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തുമാത്രം ടിന്ന് നമ്മൾ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്നു അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മനസ്സിലായോ? ദ മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ടിന്ന് ഇൻ ദ സോൾഡർ. നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിലെ ടിന്നിൻ്റെ അളവിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്കിനി നോക്കാം നമ്മുടെ ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? മെയിൻലി ടി വി, റേഡിയോസിലും അത് ഇലക്ട്രോണിക് അപ്ലയൻസിലൊക്കെ 3% അളവിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് സോഫ്റ്റ് സോൾഡർ. നമുക്കിതിൻ്റെ ആ ഒരു ടേബിൾ നോക്കാം. ഈ ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് മെൽറ്റിംഗ് പോയിൻറ്റും അതുപോലെ ലെഡും ടിന്നിൻ്റെയും കോമ്പോസിഷൻ നോക്കാം സോഫ്റ്റ് സോൾഡറിൽ. ഇപ്പോൾ ലെഡ് അത് നിങ്ങൾ നോക്കുക, ടിന്ന് 10%, ക്വാളിറ്റി ഓഫ് ലെഡ് 90% ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 300 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ഓരോന്നും തന്നിട്ടുണ്ട്, ഓരോന്നും നോക്കി വായിച്ച് നോക്കി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്ലക്സിനെ കുറിച്ച്. നമ്മുടെ സോൾഡറിങ് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഫ്ലക്സ് എന്ന് വെച്ചാൽ. ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സോൾഡറിങ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്നതാണ് ടു മേക്ക് സോൾഡറിങ് പ്രോസസ്സ് എഫിഷ്യൻറ്റ്. നമ്മൾ ചെയ്യുന്ന സോൾഡറിങ് നല്ലതാവണ്ടേ, എഫിഷ്യൻ്റ് ആവണ്ടേ, അതിനുവേണ്ടി നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. അത് മെയിൻലി എന്താണ്? ഇറ്റ് ഡിസോൾവ്സ് ഓക്സൈഡ്സ് ഓൺ ദി സർഫസ് ഓഫ് കണ്ടക്ടർ. നമ്മുടെ കണ്ടക്ടറിൽ മുകളിലുള്ള ഓക്സൈഡ്സ് ഒക്കെ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡീ ഓക്സിഡേഷൻ പ്രോസസ്സൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും, തടഞ്ഞു വയ്ക്കും. സോൾഡറിങ് സമയത്ത് ഡീ ഓക്സിഡേഷൻ ഒക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതൊക്കെ തടയുന്ന ജോലിയാണ് നമ്മുടെ ഫ്ലക്സിൻ്റെ ജോലി. ഇത് എന്തിൽ ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കാണും. ഇതൊരു പൗഡർ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് ഫോമിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ ഫ്ലക്സ് എന്താണെന്ന്? ഫ്ലക്സ് ഇങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. എന്തിനൊക്കെ സഹായിക്കുന്നു? ഇറ്റ് മേക്സ് ദ സോൾഡറിങ് സർഫസ് ഫ്രീ ഫ്രം എന്തെങ്കിലും എയർ മോയ്സ്ചർ അല്ലെങ്കിൽ ഓക്സൈഡ്സ് എന്നൊക്കെ ഫ്രീ ആവാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. അതുപോലെ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഫ്ലോ ഓഫ് മോൾട്ടൺ സോൾഡർ ടു ദ ജോയിൻറ്റ്സ്. ആ മോൾട്ടൺ സോൾഡറിനെ ജോയിൻറ്റ്സിലോട്ട് നല്ലപോലെ അതിങ്ങനെ ഉരുകി അങ്ങ് പോകാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ജോയിൻറ്റ്സ് ഫ്രീ ഫ്രം ഡേർട്ട് നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് മെൽസ് ദി സോൾഡർ ക്വിക്കലി ആൻഡ് ഹീറ്റ്സ് ദ ജോയിൻറ്റ് ക്വിക്കലി വിച്ച് ഇസ് ടു ബി സോൾഡേഡ്. ഈസി ആയിട്ട് ഇത് ചെയ്യുന്നതല്ലേ? ഈ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് സോൾഡർ നല്ല ക്വിക്കാവുകയും അതുപോലെ ആ ജോയിൻറ്റ്സിൽ കറക്റ്റായിട്ട് ആ ഹീറ്റ് കടന്നു പോകാനും സഹായിക്കുന്നു. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ ഫ്ലക്സിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. നമുക്കിനി നോക്കാം എന്തൊക്കെയാണെന്ന്, ഏതൊക്കെ മെറ്റലിൽ എത്ര ഫ്ലക്സ് യൂസ് ചെയ്യുന്നത് നോക്കാം. കോപ്പറിലാണെങ്കിൽ സിങ്ക് ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ആൻഡ് റസിൻ ഓർ ഫ്ലക്സേറ്റ്. അലുമിനിയത്തിലാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ്, റസിൻ ഓർ EYRE നമ്പർ 7 ആണ്. സിങ്കിലാണെങ്കിൽ സിങ്ക് ക്ലോറൈഡാണ് യൂസ് ചെയ്യുന്നത്. ഗൺ മെറ്റൽസിൽ റസിനും സിങ്ക് ക്ലോറൈഡും യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാസിലാണെങ്കിൽ സിങ്ക് ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും റസിനും ഉണ്ട്. സിൽവറിലും ഗോൾഡ് ആണെങ്കിൽ ബൊറാക്സ്. ഇതാണ് ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലക്സ് പാർട്ട് 1, സോൾഡറിങ് പാർട്ട് 1 പഠിക്കുന്നത്. അടുത്ത പാർട്ട് 2 നമ്മുടെ ടെലഗ്രാമിലായിരിക്കും വരുന്നത്. നമ്മുടെ ടെക്നിക്സ്, സോൾഡറിങ് ടെക്നിക്സിനെ കുറിച്ചും പ്രിക്വേഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ IT യുടെ ലെവലിലുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിലാണ്. ഓക്കെ, താങ്ക് യു.